രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശം. കർണാടകയിലെ ബിജെപി എംഎൽഎ യശ്പാൽ സുവർണയാണ് പരാമർശം നടത്തിയത്. ഹിന്ദു വികാരം വ്രണപ്പെട്ടപ്പോൾ ബാബറി മസ്ജിദ് തകർത്തു. രാഹുൽ ഗാന്ധി ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ പരമ്പരയെ തന്നെ ഇല്ലാതാക്കാൻ അറിയാമെന്നാണ് പരാമർശം. 97ರಲ್ಲಿ ಬಾಬರಿ ಮಸೀದಿಯ ಒಂದು ವಿಚಾರದಲ್ಲಿ ನಮ್ಮ ಭಾವನೆಗೆ ಧಕ್ಕೆ ಬಂದಾಗ ನಮ್ಮ ಕಾರ್ಯಕರ್ತರು ಯಾವ ರೀತಿ ಉಗ್ಗಿ ಆ ಬಾಬರಿ ಮಸೀದಿ ಧ್ವಂಸ ಮಾಡಿದ್ರು, ಬಹುಶಃ ಅದೇ ರೀತಿ ಕಾಂಗ್ರೆಸ್ ಇರ್ಬೋದು, ರಾಹುಲ್ ಗಾಂಧಿ ವಂಶವನ್ನು ಧ್ವಂಸ ಮಾಡೋದ ಕೆಲಸ ನಾವೆಲ್ಲರೂ ಕಾರ್ಯಕರ್ತರು ಮಾಡಲಿಕ್ಕೆ ಮುಂದೆ ಅಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ರಾಹುಲ್ ಗಾಂಧಿ ಅವರ ಇಡೀ ತಂಡಕ್ಕೆ ಎಚ್ಚರಿಕೆಯನ್ನು ಕೊಡಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഈ വിദ്വേഷ പ്രസംഗം നടത്തിയത് ബിജെപിയുടെ എംഎൽഎ ആണ്, ജനപ്രതിനിധിയാണ് യശ്പാൽ സുവർണ. എന്തായാലും കർണാടക നിലവിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പോൾ DK ശിവകുമാറാണ് കർണാടകയുടെ മുഖ്യമന്ത്രി. കേസ് എടുത്തിട്ടുണ്ട് ഉടുപ്പി പോലീസ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. FIR ഇട്ടിട്ടുണ്ട്. വളരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകളും പരാമർശങ്ങളുമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ യശ്പാൽ നടത്തിയിട്ടുള്ളത്. KB ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, പറയൂ. കഴിഞ്ഞ ദിവസമാണ് ഉടുപ്പിയിൽ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പരിപാടിക്കെതിരെ യശ്പാൽ സുവർണ MLA ഒരു വിവാദ പരാമർശം, വിദ്വേഷ പരാമർശം നടത്തുന്നത്. അതായത് 1992 ഹിന്ദുക്കൾക്കെതിരെയുള്ള അക്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തികൾ അധികമായപ്പോൾ ഹിന്ദുക്കൾ സംഘടിച്ച് ബാബറി മസ്ജിദ് തകർക്കുന്ന രീതിയിലേക്ക് പോയി. ഏതായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി നിരന്തരം ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുകയാണ്, ഹിന്ദു മതത്തിനെതിരെ സംസാരിക്കുകയാണ്. അങ്ങനെയുള്ള സംസാരം തുടർന്നാൽ ഹിന്ദുക്കൾ സംഘടിച്ച് രാഹുൽ ഗാന്ധിയുടെ വംശ പരമ്പര തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപും വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരു MLA ആണ്, BJP നേതാവാണ് യശ്പാൽ സുവർണ. ഏതായാലും ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകി. ഉടുപ്പി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അല്പസമയത്തിനകം തന്നെ ബംഗളൂരുവിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾക്കെതിരെ നിയമം പാസാക്കിയിട്ടുള്ള, ശക്തമായിട്ടുള്ള നിയമം പാസാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കർണാടകം. ഇങ്ങനെയുള്ള കർണാടകത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നല്ല, ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തും മുൻപും ഇത്തരത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ, അതിനെതിരെ നിയമ നടപടികളൊക്കെ നേരിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള നിയമം ശക്തമായി നിൽക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള വിഷം തുപ്പുന്ന പരാമർശങ്ങൾ നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത്